9 നില കെട്ടിടത്തിന്റെ ഉയരത്തോളം വലിപ്പമുള്ള ഒരു വിമാനം ആകാശത്തേക്ക് പറന്നുയരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 100 കണക്കിന് ടൺ ഭാരമുള്ള ഒരു ഭീമൻ ലോഹയന്ത്രം, അതിനുള്ളിൽ ഒരേ സമയം 100 കണക്കിന് ആളുകൾ, എന്നിട്ടും അത് ഭൂമിയിൽ നിന്നുയർന്ന് മേഘങ്ങൾക്കിടയിലൂടെ അനായാസം സഞ്ചരിക്കുന്നു. പക്ഷേ ഇത്രയും ഭാരവും വലിപ്പവുമുള്ള ഒരു വിമാനത്തെ ആകാശത്തേക്ക് ഉയർത്താൻ എത്രമാത്രം എഞ്ചിനീയറിംഗ് വേണ്ടി വന്നിട്ടുണ്ടാകും? അതിന്റെ ഓരോ ഭാഗവും എവിടെയാണ് നിർമ്മിക്കുന്നത്? ആയിരക്കണക്കിന് ഘടകങ്ങൾ എങ്ങനെയാണ് കൃത്യമായി ഒന്നിച്ചു ചേർന്ന് ഈ ഭീമനായി മാറുന്നത്? ഇതിലും അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഭീമൻ വിമാനത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സാങ്കേതിക രഹസ്യങ്ങൾ സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനങ്ങളിലൊന്നായ എയർബസ് A380 എങ്ങനെയാണ് ജനിച്ചത്? ഒരു ചെറിയ ഭാഗം മുതൽ ആകാശം കീഴടക്കുന്ന ഭീമൻ വിമാനമായി മാറുന്ന അതിന്റെ നിർമ്മാണ യാത്ര നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം. കഥ തുടങ്ങുന്നത് 1980കളുടെ അവസാനത്തിലാണ്. ലോകത്തിലെ വലിയ വിമാനത്താവളങ്ങളിലെല്ലാം യാത്രക്കാരുടെ എണ്ണം വല്ലാതെ കൂടാൻ തുടങ്ങിയ സമയമായിരുന്നു അത്. പല വിമാനത്താവളങ്ങളും ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഒരൊറ്റ യാത്രയിൽ തന്നെ പരമാവധി ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന വലിയ വിമാനങ്ങൾ നിർമ്മിക്കുകയേ നിവർത്തിയുള്ളൂ എന്ന് എയർബസ് കമ്പനി തിരിച്ചറിഞ്ഞു. അക്കാലത്ത് ആകാശത്തിലെ രാജാവായിരുന്ന ബോയിങ് 747 വിമാനത്തേക്കാൾ വലിയൊരു വിമാനം നിർമ്മിക്കുക എന്ന കടുത്ത വെല്ലുവിളിയാണ് അവരേറ്റെടുത്തത്. അങ്ങനെ 1990-ൽ A3X എന്ന പേരിൽ ഒരു രഹസ്യ പ്രോജക്റ്റ് അവരാരംഭിച്ചു. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കും കഠിനാധ്വാനത്തിനും ഒടുവിൽ അത് എയർബസ് A380 എന്ന ഇതിഹാസ വിമാനത്തിന്റെ ജനനത്തിന് കാരണമായി. ഈ പ്രോജക്റ്റിനായി $25 മില്യൺ തുകയാണ് കമ്പനി ചെലവഴിച്ചത്. ആയിരക്കണക്കിന് പ്രമുഖ എഞ്ചിനീയർമാരും ലോകമെമ്പാടുമുള്ള 1000-ലധികം വൻകിട കമ്പനികളും ഈ മഹാസംരംഭത്തിന് കൈകോർത്തു. ഈ ഭീമൻ വിമാനത്തിന്റെ നിർമ്മാണം ഒറ്റ രാജ്യം മാത്രമായി ചെയ്തതല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളായ ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, UK എന്നിവിടങ്ങളിലാണ് ഇതിന്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ചത്. ഇവയിൽ പല ഭാഗങ്ങളും ഒരു സാധാരണ ട്രക്കിലോ വിമാനത്തിലോ കയറ്റി കൊണ്ടുപോകാൻ കഴിയുന്നതിലും എത്രയോ വലുതായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വലിയ കപ്പലുകളും ഭീമൻ ട്രക്കുകളും ഉൾപ്പെടുന്ന വളരെ സങ്കീർണമായ ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം തന്നെ അവർക്കുണ്ടാക്കേണ്ടി വന്നു. യൂറോപ്പിന്റെ പല കോണുകളിൽ നിർമ്മിച്ച ഭാഗങ്ങൾ 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ടുലൂസ് എന്ന സ്ഥലത്തുള്ള പ്രധാന അസംബ്ലി ഫാക്ടറിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം 2005-ൽ എയർബസ് A380 അതിന്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തി. പിന്നീട് 2007-ൽ ഇത് ലോകമെമ്പാടുമുള്ള യാത്രാ സർവീസുകൾക്കായി ഔദ്യോഗികമായി വിട്ടുകൊടുത്തു. UK-യിലായിരുന്നു ഈ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഭീമാകാരമായ ചിറകുകൾ നിർമ്മിച്ചിരുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ മെഷീൻ ഉപയോഗിച്ച് 72 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിച്ചാണ് ഈ വലിയ അലുമിനിയം ഷീറ്റുകളിൽ നിന്ന് ഈ ചിറകുകൾ രൂപപ്പെടുത്തിയെടുത്തത്. ഓരോ ചിറകിലും 5 ലക്ഷത്തോളം ചെറിയ പാർട്ടുകളും 37 കിലോമീറ്റർ നീളമുള്ള കേബിളുകളും പൈപ്പുകളും അടങ്ങിയിരിക്കുന്നു. പറന്നുയരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന 560 ടൺ വരെയുള്ള ഭാരത്തെ താങ്ങാൻ ശേഷിയുള്ളതാണ് ഇതിന്റെ ചിറകുകൾ. അതേസമയം സ്പെയിനിലായിരുന്നു വിമാനത്തിന്റെ വാലുഭാഗം നിർമ്മിച്ചിരുന്നത്. വിമാനം ആകാശത്ത് തിരിയുമ്പോഴും നിയന്ത്രിക്കുമ്പോഴും ഈ ഭാഗം വളരെ പ്രധാനമാണ്. വിമാനത്തിന്റെ പ്രധാന ശരീരഭാഗമായ ഫ്യൂസലേജ് നിർമ്മിക്കാനുള്ള ചുമതല ജർമ്മനിക്കായിരുന്നു. ബോയിങ് വിമാനങ്ങളിൽ കാണുന്നത് പോലെയുള്ള മുകൾ ഭാഗത്തെ മുഴ ഒഴിവാക്കി വിമാനത്തിന്റെ നീളത്തിലുടനീളം 2 നിലകൾ നൽകാനാണ് എയർബസ് തീരുമാനിച്ചത്. ഈ വമ്പൻ ഭാഗങ്ങളെല്ലാം ഫ്രാൻസിലെ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ കഴിയുന്നത് അത്ഭുതകരമായ അസംബ്ലിംഗ് കാഴ്ചകളാണ്. അത്യാധുനിക ക്രെയിനുകൾ ഉപയോഗിച്ച് വിമാനത്തിന്റെ ഓരോ വലിയ ഭാഗങ്ങളും വെറും മില്ലിമീറ്ററുകളുടെ മാത്രം വ്യത്യാസത്തിൽ കൃത്യതയോടെ ഉയർത്തി പരസ്പരം ഘടിപ്പിക്കുന്നു. അങ്ങനെ വിമാനത്തിന്റെ മൂക്ക്, പ്രധാന ശരീരം, ചിറകുകൾ, വാല് എന്നിവയെല്ലാം ഒന്നിച്ചു ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനത്തിന്റെ രൂപം കൈവരിക്കുന്നു. ഈ ഫാക്ടറിക്കുള്ളിൽ 4 പ്രധാന വർക്ക് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വലിയ പ്രൊഡക്ഷൻ ലൈൻ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ ഘട്ടത്തിലും വിമാനത്തിനുള്ളിൽ ആവശ്യമായ കിലോമീറ്ററുകൾ നീളമുള്ള ഇലക്ട്രിക്കൽ കേബിളുകളും ഹൈഡ്രോളിക് പൈപ്പുകളും എയർ കണ്ടീഷനിംഗ് ഡക്റ്റുകളും ഘടിപ്പിക്കുന്നു. ഈ വിമാനത്തിന്റെ നിർമ്മാണത്തിൽ എഞ്ചിനീയർമാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഭാരം കുറയ്ക്കുക എന്നതായിരുന്നു. കാരണം വിമാനത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ഭാരം അമിതമായാൽ അത് പറക്കലിനെ ബാധിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ വിമാനം പൂർണ്ണമായും ഇരുമ്പ് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ശരീരത്തിന്റെ 61% അലുമിനിയവും 22% കാർബൺ ഫൈബർ, ഗ്ലാസ് ഫൈബർ തുടങ്ങിയ അത്യാധുനിക കോമ്പോസിറ്റ് മെറ്റീരിയലുകളും ഉപയോഗിച്ചിരിക്കുന്നു. ബാക്കി ഭാഗങ്ങളിൽ 10% ടൈറ്റാനിയവും 7% സ്റ്റീലും ഉപയോഗിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് വിമാനത്തിന്റെ വാലിലെ സ്റ്റെബിലൈസർ ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവുമായ ഗ്ലാസ് ഫൈബർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അലുമിനിയത്തിന്റെ അത്രയും കരുത്തു നൽകും, എങ്കിലും ഭാരം വളരെ കുറവാണ്. എയർബസ് A380 നിർമ്മിക്കുന്നതിനായി കമ്പനി നിർമ്മിച്ച ഹാങ്ങർ അഥവാ ഫാക്ടറിയുടെ വലിപ്പം പോലും നമ്മെ ഞെട്ടിക്കുന്നതാണ്. ഈ വലിയ കെട്ടിടത്തിന്റെ ഇരുമ്പ് കൂട്ടുകൾക്ക് മാത്രം 34,000 ടൺ ഭാരം വരും. എന്നാൽ നമ്മുടെ ഈഫിൽ ടവറിന്റെ ഭാരത്തിന്റെ 4 ഇരട്ടി വരുമിത്. ഈ വമ്പൻ കോംപ്ലക്സിൽ 90 മീറ്റർ വീതിയുള്ള
8 ഭീമാകാരമായ വാതിലുകളാണുള്ളത്. ഈ ഹാങ്കറിനുള്ളിൽ വെച്ചാണ് വിമാനത്തിന്റെ ഓരോ വലിയ ഭാഗങ്ങളും റിവറ്റുകൾ അഥവാ സ്ക്രൂകൾ ഉപയോഗിച്ച് ശക്തമായി കൂട്ടിച്ചേർക്കുന്നത്. വിമാനത്തിന്റെ ചിറകുകൾ ഘടിപ്പിക്കുന്നതാണ് ഇതിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടം. ഏകദേശം 80 മീറ്റർ നീളമുള്ള ഈ ചിറകുകൾ ഘടിപ്പിക്കാൻ 4000-ലധികം ഉയർന്ന ശേഷിയുള്ള ബോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ചിറകുകൾ വെറും ബാലൻസിംഗിന് വേണ്ടി മാത്രമല്ല, വിമാനത്തിനാവശ്യമായ ഇന്ധനം സൂക്ഷിക്കുന്ന വലിയ ടാങ്കുകളായും ഇവയാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 3,20,000 ലിറ്റർ ഇന്ധനം ഈ ചിറകുകൾക്കുള്ളിൽ സംഭരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കഴിയും എന്നതാണ് ഉത്തരം. ഇത് ദീർഘദൂര അന്താരാഷ്ട്ര സർവീസുകൾക്കാവശ്യമായ ഇന്ധനമാണ്. പ്രധാന ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതിനു ശേഷം വിമാനത്തിന്റെ ആന്തരിക സിസ്റ്റങ്ങളുടെ കണക്ഷനുകൾ നൽകുന്ന ജോലികളാണ് ആരംഭിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നലുകളും പവർ സപ്ലൈയും നൽകാനായി ഏകദേശം 530 കിലോമീറ്റർ നീളമുള്ള കേബിളുകളാണ് വിമാനത്തിനുള്ളിൽ പാകിയിരിക്കുന്നത്. വിമാനത്തിന്റെ മൂക്ക് മുതൽ വാലു വരെ വിവരങ്ങളും വൈദ്യുതിയും കൈമാറുന്ന ഒരു നാഡീവ്യൂഹം പോലെയാണ് ഈ കേബിളുകൾ പ്രവർത്തിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റങ്ങൾക്കെല്ലാം പകരമായി പ്രവർത്തിക്കാൻ സർക്യൂട്ടുകളും നൽകിയിട്ടുണ്ട്. അതായത് ഒരു സർക്യൂട്ട് പരാജയപ്പെട്ടാൽ പോലും വിമാനം സുരക്ഷിതമായി പറക്കാൻ മറ്റൊരു സർക്യൂട്ട് ഉടൻ തന്നെ സജീവമാകും. വിമാനത്തിന്റെ ഉൾവശങ്ങളിൽ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചാണ് സാങ്കേതിക വിദഗ്ധർ ഈ ജോലികൾ ചെയ്യുന്നത്. പലപ്പോഴും ചെറിയ കണ്ണാടികളും പ്രത്യേക ടൂളുകളും ഉപയോഗിച്ചാണ് അവർ ഓരോ കണക്ഷനുകളും പരിശോധിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ വിമാനത്തിനുള്ളിൽ താപനില ക്രമീകരിക്കുന്നതിനും പുറത്തെ വലിയ ശബ്ദം അകത്തേക്ക് കേൾക്കാതിരിക്കാനുമുള്ള ഇൻസുലേഷൻ ലെയറുകൾ സ്ഥാപിക്കുന്നു. ഇത് വിമാനത്തിനുള്ളിൽ യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്നതോടൊപ്പം തീപിടുത്തമുണ്ടായാൽ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. തുടർന്ന് 2 നിലകളിലുള്ള തറകൾ, മനോഹരമായ ഗോവണികൾ, ലഗേജ് വെക്കുന്ന സ്ഥലങ്ങൾ, ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ, ആധുനിക സീറ്റുകൾ, TV സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഘടിപ്പിച്ച് ഉൾവശം അതീവ ആഡംബരപൂർണ്ണമാക്കുന്നു. ഇതിനുശേഷമാണ് വിമാനത്തിന്റെ ഭാരമേറിയ ലാൻഡിംഗ് ഗിയറുകൾ ഘടിപ്പിക്കുന്നത്. ടൈറ്റാനിയവും ഉയർന്ന കരുത്തുള്ള സ്റ്റീലും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിമാനത്തിന് ആകെ 22 ചക്രങ്ങളാണുള്ളത്. ഓരോ ചക്രത്തിനും 1.5 മീറ്ററോളം വ്യാസമുണ്ട്. റൺവേയിലൂടെ ഓടുമ്പോൾ വിമാനത്തിന്റെ ഭാരം കൃത്യമായി വിതരണം ചെയ്യാൻ ഈ ചക്രങ്ങൾ സഹായിക്കുന്നു. ലാൻഡിംഗ് ഗിയറുകൾക്ക് ശേഷം ചിറകുകൾക്ക് താഴെയായി 4 ഭീമൻ എഞ്ചിനുകൾ ഘടിപ്പിക്കുന്നു. ഓരോ എഞ്ചിനും 6 ടണ്ണിലധികം ഭാരമുണ്ട്. എഞ്ചിൻ ഘടിപ്പിച്ച ശേഷം അവയിലേക്കുള്ള ഇന്ധന പൈപ്പുകളും ഇലക്ട്രിക്കൽ കണക്ഷനുകളും പൂർത്തിയാക്കുന്നു. പിന്നീട് ബോർഡിലെ കമ്പ്യൂട്ടറുകളും സെൻസറുകളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ അത്യാധുനിക പരിശോധനകൾ നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് വിമാനം പെയിന്റിങ്ങിനായി കൊണ്ടുപോകുന്നത്. തുരുമ്പെടുക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ലെയറിന് മുകളിലാണ് കമ്പനിയുടെ നിറങ്ങൾ അടിക്കുന്നത്. ഒരു എയർബസ് A380 വിമാനം പൂർണ്ണമായി പെയിന്റിംഗ് ചെയ്യാൻ ഏകദേശം 3600 ലിറ്റർ പെയിന്റ് ആവശ്യമാണ്. ഇത് വിമാനത്തിന്റെ ആകെ ഭാരത്തിലേക്ക് 650 കിലോയോളം അധിക ഭാരം കൂട്ടിച്ചേർക്കുന്നു. നിർമ്മാണം പൂർത്തിയായാൽ വിമാനം നേരിട്ട് ആകാശത്തേക്ക് പറക്കുകയല്ല ചെയ്യുന്നത്. കണിശമായ പരിശോധനകളുടെ ഒരു വലിയ നിര തന്നെയാണ് പിന്നീട് നടക്കുന്നത്. വിമാനത്തിന്റെ ഓരോ സിസ്റ്റവും വ്യക്തിഗതമായി പരിശോധിച്ച ശേഷം റൺവേയിലൂടെ ഓടിച്ചുള്ള ടെസ്റ്റുകൾ, എഞ്ചിൻ ഫയറിംഗ് ടെസ്റ്റുകൾ, ലാൻഡിംഗ് ഗിയർ പ്രവർത്തിപ്പിച്ചു നോക്കൽ എന്നിവയെല്ലാം നിലത്തുവെച്ച് തന്നെ നടത്തുന്നു. ഈ ഗ്രൗണ്ട് ടെസ്റ്റുകൾ എല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് വിമാനം അതിന്റെ ആദ്യത്തെ ഔദ്യോഗിക പരീക്ഷണ പറക്കലിന് തയ്യാറാകുന്നത്. ഈ പറക്കലും വിജയകരമായാൽ മാത്രമേ വിമാനത്തിന് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയും അത് യാത്രക്കാർക്കായി കമ്പനികൾക്ക് കൈമാറുകയും ചെയ്യുകയുള്ളൂ. 2019 ഈ വിമാനത്തിന്റെ ഉൽപ്പാദനം എയർബസ് കമ്പനി ഔദ്യോഗികമായി അവസാനിപ്പിച്ചെങ്കിലും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം എന്ന പദവി ഇതിൽ തന്നെയാണുള്ളത്. കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവ് കാരണം പല പ്രമുഖ എയർലൈൻ കമ്പനികളും തങ്ങളുടെ A380 വിമാനങ്ങൾ വീണ്ടും സർവീസിൽ ഇറക്കാൻ തുടങ്ങി. നിർമ്മാണം നിർത്തിയെങ്കിലും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമപാതകളിൽ ഇന്നും ഈ ആകാശ വിസ്മയം രാജാവായി തുടരുന്നു. മനുഷ്യന്റെ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് മികവിന്റെയും കഠിനാധ്വാനത്തിന്റെയും മികച്ച പ്രതീകമായി എയർബസ് A380 എന്നും വ്യോമയാന ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.